നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെങ്ങന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. ചെങ്ങന്നൂർ ആലായിൽ സ്കൂൾ ബസിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 8:45 സംഭവം. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസിനാണ് തീപിടിച്ചത്. ആല കോടുകുളഞ്ഞി റോഡിൽ ആല ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമായിരുന്നു അപകടം നടന്നത്. അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത് 17 കുട്ടികളായിരുന്നു. പുക ഉയർന്നത് കണ്ട ഡ്രൈവർ ഉടൻ തന്നെ കുട്ടികളെ പുറത്തെത്തിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. കുട്ടികളെല്ലാവരും സുരക്ഷിതരാണ്. കുട്ടികൾ ബസ്സിന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്കകം ബസ് പൂർണ്ണമായും കത്തിയമരുകയായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തുടർന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ബസ്സിൽ പരിശോധന നടത്തി. ആലപ്പുഴ സ്വദേശിയായ പോലീസുകാരനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സഹപ്രവർത്തകനോട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും ഇൻക്വസ്റ്റ് നടപടികൾക്കായി തയ്യാറായിക്കൊള്ളാനും ഫോണിൽ അറിയിച്ച പോലീസുകാരൻ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ. ഇടുക്കി വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ CPO ആലപ്പുഴ സ്വദേശി AG രതീഷിനെയാണ് കുമളിയിലെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 40 വയസ്സായിരുന്നു. കുറച്ചു നാളുകളായി ഇയാൾ മെഡിക്കൽ ലീവിലായിരുന്നു. വ്യാഴാഴ്ച ഡ്യൂട്ടിക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയെങ്കിലും സ്റ്റേഷനിലെത്തിയിട്ടില്ല. വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇയാളുടെ ഫോൺ ഓഫായിരുന്നു. ഉച്ചയ്ക്ക് 12ഓടെ ഇയാളുടെ ഫോൺ ഓണാവുകയും സഹപ്രവർത്തകൻ ബന്ധപ്പെട്ടപ്പോൾ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയുമായിരുന്നു. കുമളി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കുമളിയിലെ സ്വകാര്യ ഹോട്ടലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുമളി പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശില്പയാണ് ഭാര്യ. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടി. ഒപ്പമുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടി. താമരശ്ശേരിക്കടുത്ത് പുനലൂരിലായിരുന്നു സംഭവം. പുനലൂർ പാലത്തിന് സമീപം അമിത വേഗതയിലെത്തിയ കാർ എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പോലീസ് എത്തി വാഹനം പരിശോധിച്ചപ്പോഴാണ് അമിത വേഗത്തിലെത്തി അപകടം സൃഷ്ടിച്ച കാറിൽ നിന്നും കഞ്ചാവും MDMAയും പിടികൂടിയത്. 2 പേരാണ് അപകടം വരുത്തിവെച്ച കാറിൽ ഉണ്ടായിരുന്നത്. നരിക്കുനി സ്വദേശിയായ യുവാവിനെ ബാലുശ്ശേരി പോലീസ് പിടികൂടി. കൂടെയുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. വന്യജീവി സങ്കേതത്തിൽ കാട്ടുതീ. 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെന്തു മരിച്ചു. തീ അണയ്ക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ അൽമോറ ജില്ലയിലെ സിവിൽ സ്വയം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ബിൻസാർ വന്യജീവി സങ്കേതത്തിലാണ് സംഭവം. ബിൻസാർ റേഞ്ച് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ത്രിലോക് സിംഗ്, ഫയർ വാച്ച് കരൺ ആര്യ, പ്രവിശ്യ ആംഡ് കോൺസ്റ്റാബുലറി ജവാൻ പുരൺ സിംഗ്, ദിവസവേതന തൊഴിലാളി ദിവാൻ റാം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തീ അണയ്ക്കുന്നതിനായി വനത്തിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ജീപ്പിന് തീ പിടിക്കുകയായിരുന്നു. ജീപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. ജീപ്പിലുണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിൽ ചെയർപേഴ്സണെയും കൗൺസിലർമാരെയും പൂട്ടിയിട്ടു. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സണെയും കൗൺസിലർമാരെയും പൂട്ടിയിട്ട് പ്രതിഷേധം. CV ശ്രീരാമൻ ട്രസ്റ്റിന് ഭൂമി കൈമാറുന്നതിനെ ചൊല്ലിയാണ് തർക്കം. കൗൺസിൽ യോഗം നടക്കുന്നതിനിടെ പ്രതിപക്ഷ കൗൺസിലർമാർ മുറി പൂട്ടിയിടുകയായിരുന്നു. കോൺഗ്രസ്, RMP, BJP കൗൺസിലർമാർ ചേർന്നാണ് ചെയർപേഴ്സണെയും കൗൺസിലർമാരെയും പൂട്ടിയിട്ടത്. പിന്നീട് ചെയർപേഴ്സണെ മോചിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ UDF രാപ്പകൽ സമരം ആരംഭിച്ചു. G7 ഉച്ചകോടി. രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി മോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു മോദി മക്രോൺ കൂടിക്കാഴ്ച. പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, സമുദ്രതല വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളും യുവാക്കളിലെ ഗവേഷണവും കണ്ടുപിടുത്തവും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പാരീസ് ഒളിമ്പിക്സിന് ആശംസ അറിയിച്ചുവെന്നും മോദി വ്യക്തമാക്കി. കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യുവാക്കളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ആലപ്പുഴ ആര്യാട് പഞ്ചായത്ത് 16-ാം വാർഡിൽ പുതുവൽ വീട്ടിൽ ശിവന്റെ മകൻ സൗമ്യരാജ്, ആലപ്പുഴ കൊമ്മാടി പുതുവീട്ടിൽ സുനിലിന്റെ മകൻ സുധി സുനിൽ എന്നിവരെയാണ് നാടുകടത്തിയത്. സൗമ്യരാജിനെ 1 വർഷത്തേക്കും സുധി സുനിലിനെ 9 മാസത്തേക്കുമാണ് നാട് കടത്തിയത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് DIGയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അരളിപ്പൂവ് വീണ്ടും വില്ലൻ. വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. അരളിപ്പൂവ് കഴിച്ചെന്ന സംശയത്തിൽ വിദ്യാർത്ഥികൾ ചികിത്സ തേടി. എറണാകുളം കടയിരിപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അരളിപ്പൂവ് കഴിച്ചത് കുട്ടികൾ ഡോക്ടർമാരോട് വ്യക്തമാക്കി. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ഇന്ന് രാവിലെ ക്ലാസ്സിൽ വെച്ച് തലവേദനയും ഛർദിയും ഉണ്ടായതോടെ ഇരുവരെയും കടയിരിപ്പ് CHCയിൽ എത്തിച്ചിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അരളിച്ചെടിയുടെ പൂവ് കഴിച്ച് യുവതി മരണപ്പെട്ടതിന് പിന്നാലെ അരളിയിലെ വിഷാംശം ചർച്ചയായിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും മറ്റു ചില ക്ഷേത്രങ്ങളിലും നിവേദ്യത്തിലും പൂജയ്ക്കും അരളി ഉപയോഗിക്കുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. SI വീടിനുള്ളിൽ മരിച്ച നിലയിൽ. SIയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം സ്റ്റേഷൻ SI കുരുവിള ജോർജിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് സംശയം. ഇന്ന് ഉച്ചയോടുകൂടി കോട്ടയത്തെ സ്വന്തം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാവിലെ സിക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവുകയായിരുന്നു. കുവൈറ്റിൽ മരിച്ച ബിനോയ്ക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി സുരേഷ് ഗോപി. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ബിനോയിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ബിനോയിയുടെ കുടുംബത്തിന് വീടില്ലെന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നതെന്നും അറിഞ്ഞതിന് പിന്നാലെയാണ് വീട് വെച്ച് നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയത്.